എന്താടി എന്താടി? വല്ല ദുസ്വപ്നമായിരിക്കും കണ്ട്. എങ്ങനെ കാണാതിരിക്കും? ഞാനിവിടെ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, നീ ഒട്ടും ഒക്കെയല്ല. എന്താടി, എന്തേ കുഴപ്പമുണ്ടോ? ഇവിടെ വന്നപ്പോ നെഗറ്റീവ് ഫീല് തോന്നി. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കണ്ടേ. അല്ല, നീ എവിടെ പോണു? ഞാൻ താഴെ പോയി വെള്ളം കുടിച്ചിട്ട് വരാം. ഞാനും വരാം, ഒറ്റയ്ക്ക് പോണ്ട. അത് കുഴപ്പമില്ല, ഞാൻ പോയി കുടിച്ചിട്ട് വരാം. ഉറപ്പാണേ? ഞാൻ വരണ്ടല്ലോ? വേണ്ട, എൻ്റെ പൊന്നുമായി കിടന്നുറങ്ങാൻ നോക്ക്. ശരി. എന്താടാ, എന്താ പറ്റിയേ? നീ എന്തിനാ കീറി വിളിച്ചേ? ഞാൻ നിന്റെ മേളില് ഒരു പ്രേതത്തെ കണ്ടു. അത് അതിന്റെ തലമൊക്കെ നിൽക്കുകയായിരുന്നു. നിനക്ക് തോന്നിയതായിരിക്കും. അല്ല, എനിക്കെന്തോ ഇവിടെ വന്നപ്പോ മുതൽ ഒന്നും ശരിയായിട്ട് തോന്നില്ല. ഇവിടെ വല്ല പ്രേതം കാണുന്ന തോന്നുന്നു. അല്ലെങ്കിൽ ഇതേപോലത്തെ സ്ഥലത്ത് ആരെങ്കിലും ഒന്ന് താമസിക്കും. ഇതെന്താ പെട്ടെന്ന് നിന്നെ? ഋഷി, എനിക്കെന്താ പേടിയാവുന്നു. നമുക്ക് അവരുടെ അടുത്തേക്ക് പോയാലോ? ഇത് കേട്ട് ലാവണ്യ ഞെട്ടി ഉണർന്നു. അവൾ ഉടനെ തന്നെ ഋത്തിക്കിനെ വിളിച്ചു. എന്നാൽ അവൻ നല്ല ഉറക്കത്തിലായതുകൊണ്ട് അവൻ അതൊന്നും അറിഞ്ഞില്ല. പിന്നീട് അവനെ വിളിച്ചുണർത്താൻ നോക്കാതെ അവൾ പോയി നോക്കാമെന്ന് തീരുമാനിച്ചു. ഇതുപോലെ തന്നെ ഇഷയുടെ വിളി കേട്ട് അർണവും ഉണർന്നു.
അവൻ ചുറ്റും നോക്കി. അഗ്നിയില്ല. അവനും പുറത്തേക്ക് ഇറങ്ങി. അഗ്നി ഇഷയുടെ വിളി കേട്ട സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി. എന്നാൽ അവളെ ആരോ പിറകിൽ നിന്ന് തള്ളിയിട്ടു. അരണതിറങ്ങി മറ്റുള്ളവരെ നോക്കാൻ തുടങ്ങി. എന്നാൽ അവൻ പെട്ടെന്ന് ആരുമായും കൂട്ടിയിടിച്ചു. അയ്യോ, എന്റെ അമ്മയെ ഭൂതം! എന്താ പറ്റിയേ? നിലവിളിക്കാൻ എന്താ ഉണ്ടായേ? എനിക്കെന്തോ നേരത്തെ ഇതേപോലെ ആരോ വിളിക്കുന്നതായിട്ട് തോന്നി. അർണ, എടാ ഇവിടെ എന്തോ ഉണ്ട്. എന്തുണ്ടെന്നാ? എടാ അത് നീ കേക്ക്. ഞാനാണെങ്കിൽ ഉറങ്ങിയായിരുന്നു. പെട്ടെന്ന് എന്തോ തോന്നി. ഞാൻ കണ്ണു തുറന്നപ്പോ മുകളിലായിട്ട് എന്റെ മുകളിലായിട്ട് ഒരു രൂപത്തെ കണ്ടു. കണ്ടാ ഒരു പ്രേതമായിട്ടൊക്കെ തോന്നിട്ടുള്ളൂ. ഞാൻ പിന്നെ എല്ലാവരെയും വിളിച്ച് അതിന് വിഷയ്ക്ക് ഭയങ്കര പേടിയായി. അപ്പൊ അവള് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരാം. അങ്ങനെ ഞാനും അവളും കൂടി നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി വാതിൽ തുറന്നപ്പോ ഞാൻ ഇറങ്ങി കഴിഞ്ഞിട്ട് അവൾ ഇറങ്ങാൻ പോയത് അവളെ ആരോ ആ റൂമിലോട്ട് അവളുടെ കീറ്റിങ് വാതിലടച്ച്. എന്താണ് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എനിക്ക് അറിഞ്ഞൂടാ. എത്ര നോക്കിയിട്ടും പറ്റിയില്ല. ഞാൻ അത് നിങ്ങളുടെ അടുത്ത് വന്ന് ഇവിടെ എന്തോ ഉണ്ടടാ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എടാ എന്റെ ഇഷ, അവളെ എനിക്ക് വേണം. പേടിക്കാതെ നമുക്ക് നോക്കാം. ഇഷ മാത്രമല്ലല്ലോ, അഗ്നിയും കാണാനില്ല. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് മറ്റുള്ളവരെ തിരയാൻ തുടങ്ങി. പെട്ടെന്നാണ് അവളുടെ മുന്നിൽ ലാവണ്യ വന്നത്. കാണേണ്ട താമസം. അയ്യോ, എന്റെ അമ്മയെ ഭൂതം! ഋഷിയുടെ കീറുവിളിയും കൂടി ആയപ്പോൾ ഋത്തിക്കേട്ട എഴുന്നേറ്റു. ചുറ്റും നോക്കി. ലാവണ്യ അതൊന്ന് കാണാനില്ല. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി. എടാ പട്ടി, ഇത് ഞാനാ. എടി, നീ ഇവിടെ എന്തെടുക്കുക? അഗ്നിയുടെ ഞാൻ നിശ്ചയുടെ വിളി കേട്ട് വന്നത്. അല്ല, അവളെവിടെ? എനിക്കറിയില്ല. വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവർ നടന്നപ്പോൾ ലാവണ്യ തറയിലൊരു കീ കിടക്കുന്നതായി കണ്ടു. അവളവിടെ എത്തി. ഇതെവിടെന്നാ? എന്റെ എല്ലാവരും കയറാൻ നോക്കാം. പക്ഷേ അവൾക്കത് കളയാൻ തോന്നിയില്ല. അവൾ ചുറ്റും നോക്കി. ഒരടഞ്ഞ വാതിൽ കണ്ടു. അവളത് മറ്റുള്ളവരെ വിളിച്ചു കാണിച്ചു. നോക്കിയേ, ഇതെന്താണ് ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നത്? ചിലപ്പോ ഇതിന്റെ കീ ആയിരിക്കും. അത് പൂട്ടിയിരിക്കുന്നത് കണ്ടില്ലേ? അതിന്റെ പോലെ പ്രേതവും പിശാചവും എല്ലാം കാണും. നീ ഒന്ന് മിണ്ടാതിരുന്നേ. കാരണം ഈ റൂം ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നെങ്കിൽ അവിടെ എന്തെങ്കിലും കാണില്ലേ? അത് ചിലപ്പോ നമുക്ക് പ്രയോജനപ്പെട്ടാലോ? പറഞ്ഞത് ശരിയാ. വാ നമുക്ക് പോയി നോക്കാം. ഞാൻ ഒന്നുമില്ല, നിങ്ങൾ നോക്കോ. എന്നാ ഇവിടെ നിന്നോ. വല്ല പ്രേതം വല്ലതും പിടിച്ചോണ്ട് പോയിക്കോളൂ.
ഫോട്ടോയിലുള്ള ഒരാളുടെ മുഖം അവർക്കേറെ അറിയുന്ന ഒരാളുടെ. ഇതെന്താ, ഇവരെ കാണാൻ നിന്നെ പോലെ തന്നെ ഉണ്ടല്ലോ. അതേടാ, ഇവളെ പോലെയല്ല ഇവളെ എന്ന്. നീ എന്താടിയാ ഫോട്ടോയില്? ഇതെന്താടാ ഡോറൊക്കെ തനിയെ തുറക്കുന്ന? ഇനി എന്താ പോലെ അന്തസൗണ്ടല്ലോ ഉണ്ടോ? വാ കേറി നോക്കാം. അവൻ്റെ ശക്തികളാൽ അവൻ ആ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ അതീതമായി ആരുടെയോ ശക്തി അവനെ തടയുന്നുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര സ്മെല്ലാ. വാ നമുക്ക് പോവാം. സ്മെല്ല് കാരണം അവർ തിരിഞ്ഞു നടന്നു. പക്ഷേ അർണവൻ്റെ ശ്രദ്ധയിൽ എന്തോ പെട്ടു. അവൻ തിരിഞ്ഞു നോക്കി. അവിടെ ഒരു മേശയുടെ പുറത്തായി ഒരു ഡയറി ഇരിപ്പുണ്ടായിരുന്നു. അവിടെ ചെന്നവൻ പൊടി തട്ടി അത് കയ്യിലെടുത്തു. വാ, ഇത് നമുക്ക് മുകളിൽ കൊണ്ടുപോയി വായിക്കാം. പുറത്തിറങ്ങിയാൽ അപകടമാണെന്ന് മനസ്സിലാക്കിയ അവർ അവിടെ നിന്ന് തന്നെ വായിക്കാൻ തീരുമാനിച്ചു. എൻ്റെ പേര് മീനാക്ഷി. ഏറെ കാലമായി ഒരാളുമായി ഇഷ്ടത്തിലാണ്. ആളുടെ പേര് മകേഷ്. മകേഷിൻ്റെ വീട്ടുകാർ വളരെ സമ്പന്നരായിരുന്നു. ഞങ്ങളുടെ കാര്യത്തിൽ അവർ എതിർപ്പ് പ്രകടിപ്പിച്ചു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാനിച്ചു. മകേഷിന് ഏറെക്കുറെ ഒരുപാട് ഗസ്റ്റ് ഹൗസുകളുണ്ടായിരുന്നു. തൃശ്ശൂർ ഫോറസ്റ്റിൻ്റെ അടുത്തായി അവനൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. അവിടെ അങ്ങനെ ആൾതാമസമൊന്നും ഇല്ലാത്തത് കാരണം ഞങ്ങളെ ആരും കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടേക്ക് താമസം മാറി. കുറച്ചു നാൾ ഞങ്ങളുടെ ചിരിയും കളിയും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഞാൻ തലകറങ്ങി വീണു. ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഞാൻ അറിഞ്ഞു ഞാനൊരമ്മയാവാൻ പോകുന്നുവെന്ന്. എനിക്കത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ മകേഷിൻ്റെ മുഖത്ത് ഞാൻ അത്ര സന്തോഷം കണ്ടിരുന്നില്ല. കുറച്ച് നാൾ അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് വീട്ടുകാരെ കണ്ട് സംസാരിച്ച് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എന്നെയും കുഞ്ഞിനെയും അവിടെ കൊണ്ടുപോകണം. എൻ്റെ കുഞ്ഞ് അല്ല, ഞങ്ങളുടെ കുഞ്ഞ് അവിടെയാണ് വളരേണ്ടത് എന്നും പറഞ്ഞു അവൻ പോകാൻ തീരുമാനിച്ചു. ഞാൻ എത്ര എതിർത്തിട്ടും അവൻ നിന്നില്ല. പോണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. പിന്നീട് ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയാണല്ലോ എന്നോർത്ത് ഞാൻ സമാധാനിച്ചു. അത് ഇഷയുടെ സൗണ്ടല്ലേ? ആടാ, അത് അവളെ തന്നെ. വാ, നമുക്ക് പോയി നോക്കാം. ഇഷയുടെ സൗണ്ട് കേട്ട് അവർ ആ റൂമിൻ്റെ പുറത്തിറങ്ങാൻ ശ്രമിച്ചതും പെട്ടെന്ന് ആ വാതിലടഞ്ഞു.